ഹൗ ടു ഡീൽ വിത്ത് എ നാർസിസിസ്റ്റ്. ഓക്കെ, അതിന് കടക്കുന്നതിന് മുമ്പേ ലെറ്റ് മീ ടെൽ യു സംതിങ്. നമുക്ക് പോയി അവരെ ഫിക്സ് ചെയ്യാനോ കറക്റ്റ് ചെയ്യാനോ ഒന്നും പറ്റില്ല. നോ amount ഓഫ് ലവ്, പേഷ്യൻസ്, അഡ്വൈസ്, ഇതൊന്നും ചെയ്ത് നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ എനർജീനെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് എങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത്. ആൻഡ് ഐ നോ നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ പറയുന്ന പോലെയല്ല, അവരെ ഡീൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ചില സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് ഡെഫിനറ്റ്ലി നമുക്ക് ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ്. സോ നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. നമ്പർ 1, സെറ്റ് ക്ലിയർ ബൗണ്ടറീസ്. നിങ്ങൾ എന്ത് ടോളറേറ്റ് ചെയ്യും, ടോളറേറ്റ് ചെയ്യില്ല എന്നുള്ളതിന് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ധാരണ വേണം. ലൈക്ക് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അവരായിട്ട് ഷെയർ ചെയ്യും. കഴിവതും പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് ഷെയർ ചെയ്യാതിരിക്കുക, ഈവൻ ഇഫ് ഇറ്റ് ഈസ് യുവർ ക്ലോസസ്റ്റ് മെമ്പർ ഇൻ ദ ഫാമിലി. കാരണം ഒരു സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്കെതിരെ അവരത് ഉപയോഗിച്ചിരിക്കും. മാനിപ്പുലേഷനും കാര്യങ്ങൾക്കൊക്കെ റിയാക്ട് ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, നീ പിന്നെ വാ, നമുക്ക് പിന്നെ സംസാരിക്കും എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒഴിവാക്കുക. നമ്പർ 2 ഇസ് ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ്. യെസ്, ഫിസിക്കൽ ഡിറ്റാച്ച്മെന്റ് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്ക് അറിയില്ല. ഇഫ് ഇറ്റ്സ് ഇൻ യുവർ കമ്പനി ഓർ ഇൻ യുവർ ഫാമിലി അറിയില്ല. പക്ഷെ ഇമോഷണലി നമുക്ക് ഏതൊരു മനുഷ്യനായിട്ടും നമുക്ക് ഡിറ്റാച്ച്ഡ് ആവാൻ പറ്റും. ജസ്റ്റ് ഹാവ് ദാറ്റ് കൺട്രോൾ. നിങ്ങൾ എന്തിനൊക്കെ റിയാക്ട് ചെയ്യും, റിയാക്ട് ചെയ്യാതിരിക്കും, ചിലതെന്നെ ബാധിക്കുന്നില്ല എന്നുള്ള മട്ടിൽ നിൽക്കുക എന്നുള്ള സംഭവമാണ്. നമ്പർ 3 ഇസ് ഗ്രേ റോക്ക് ടെക്നിക്. വൺ ഓഫ് ദ ബെസ്റ്റ് ടെക്നിക്സ് ആൻഡ് ഇറ്റ് ഈവൻ വർക്ക്സ് വിത്ത് ക്ലോസ് ഫാമിലി മെമ്പേഴ്സ്. ബി ബോറിങ്. നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുക, ഭയങ്കര ബോറിംഗ് ആയിട്ടിരിക്കുക, എന്ത് വന്നാലും ഒരുപാട് സംസാരിക്കാതെ വളരെ കാമായിട്ട് നിൽക്കുക. കാരണം ഇവരുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്, ഇവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ തിരിച്ചു പറയണം, നമ്മൾ ആർഗ്യുമെന്റിൽ ഏർപ്പെടണം. ഇതൊക്കെയാണ് ഇവർക്ക് വേണ്ടുന്ന സംഭവം. നമ്മളിതൊന്നും ചെയ്യാതിരിക്കുമ്പം ഇവഞ്ച്വലി അവർക്കും ബോറടിക്കും, വലിയ രസമായിട്ട് അവർക്ക് തോന്നില്ല. ഇറ്റ് ആക്ച്വലി വർക്ക്സ്. ഓക്കെ, പിന്നുള്ളതാണ് ഡോക്യുമെന്റ് ആൻഡ് പ്രൊട്ടക്ട് യുവർ സെൽഫ്. ഇതെന്ന് പറഞ്ഞാൽ അവരുടെ അബ്യൂസീവ് മെസ്സേജസ്, ഇൻസിഡൻസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളത് നിങ്ങൾ ഡോക്യുമെന്റ് ചെയ്യുക. കാരണം എപ്പോഴും നിങ്ങൾക്ക് ആവശ്യം വരും. ബിക്കോസ് ഇവരെപ്പോഴും പറയുന്നത് എന്താണ്, ഇവർ നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കാൻ നോക്കുന്ന, ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സംഭവമാണ്. സോ ഇത് നമുക്ക് ആവശ്യം വരും. പിന്നുള്ള സംഭവമാണ്, ഇപ്പം നിങ്ങളുടെ മക്കളാണ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറാണ്, നിങ്ങൾ എന്തെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾ എഴുതി കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ പൈസ കൊടുക്കുന്നു. സോ ഇതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് എനിക്കിത് പറയുമ്പോൾ. പക്ഷെ ഇതാണ് അതിൻ്റെ റിയാലിറ്റി. അതൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക. കാരണം നാളെ ഒരു സമയത്ത് ഇവർ തന്നെ തിരിച്ചു ചോദിക്കും, നിങ്ങൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ എനിക്ക് എന്താ ചെയ്തിട്ടുള്ളത്, നിങ്ങൾ എനിക്ക് പെയിൻ മാത്രമേ തന്നിട്ടുള്ളൂ, നിങ്ങൾ എനിക്ക് നല്ല ചൈൽഡ്ഹുഡ് തന്നിട്ടില്ല, നിങ്ങൾ എനിക്ക് ഒന്നും തന്നിട്ടില്ല, നിങ്ങൾ എന്ത് തന്നതാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ തന്നെങ്കിൽ അത് ഇതുകൊണ്ടാണ് തന്നത് എന്നൊക്കെ പറഞ്ഞ് ആർഗ്യൂ ചെയ്യും. സോ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓൾവേസ് ഡോക്യുമെന്റ്. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നെക്സ്റ്റ് വൺ സീക്ക് സപ്പോർട്ട്. യെസ്, ഈ ഒരു കാറ്റഗറി ആൾക്കാരെ നിങ്ങൾ ഹേർട്ട് ചെയ്യുന്നുള്ളൂ. ബട്ട് നിങ്ങളുടെ ഫാമിലിയിലോ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഇല്ലെങ്കിൽ തെറപ്പിസ്റ്റ്, മെന്റേഴ്സ് ഒരുപാട് പേര് ചുറ്റുമുണ്ട്. അവരൊക്കെ ഇറങ്ങി നിങ്ങളൊരു സപ്പോർട്ട് എടുക്കാം. നിങ്ങൾക്ക് തെറപ്പി എടുക്കാം, അവർക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങൾക്ക് സപ്പോർട്ട് ഡെഫിനറ്റ്ലി അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ എല്ലായിടത്തും ഉണ്ട്. നെക്സ്റ്റ് തിങ് ഇസ് ഹാവ് എ പ്രോപ്പർ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. യെസ്, നിങ്ങൾ ഓൾറെഡി ഡ്രെയിൻഡായി വിഷമിച്ചിരിക്കുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങളെ സെൽഫായിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളുടെ ആരോഗ്യം നോക്കുക, നന്നായി ഉറങ്ങുക, നന്നായി ഭക്ഷണം കഴിക്കുക, ഹെൽത്ത് നോക്കുക, വർക്ക്ഔട്ട്സ് ചെയ്യുക, ആൻഡ് മൈൻഡിന് വേണ്ടിയിട്ട് ജേർണലിങ്, അഫർമേഷൻസ്, മെഡിറ്റേഷൻ, ഇതിനൊക്കെ പ്രാക്ടീസ് ചെയ്ത് ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. പ്രയോറിറ്റി നന്നായി കൊടുക്കുക എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ കൺട്രോൾ. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു, അവരായിട്ട് ആർഗ്യുമെന്റിലേക്ക് ഏർപ്പെടാതിരിക്കുക, നമ്മുടെ ചോയ്സസ് എപ്പോഴും നല്ല രീതിയിൽ വെക്കുക, കഴിവതും ഒന്നിനും ഏർപ്പെടാതിരിക്കുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് കൺട്രോളിൽ നിൽക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അവർ ചെയ്യുന്ന നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങളല്ല. സോ ലൈക്ക് ദാറ്റ്. ഇതൊക്കെ പറയുമ്പം എളുപ്പമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ഡെഫിനറ്റ്ലി അല്ല. പക്ഷെ നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ആൻഡ് ഐ എം വെരി സോറി ടു ടെൽ, നിങ്ങളുടെ ഫാമിലി തന്നെയുള്ള ആൾക്കാരാണെങ്കിൽ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. പക്ഷെ അതിനെ നേരിട്ടേ പറ്റുള്ളൂ, അതിനെ ഡീൽ ചെയ്തേ പറ്റുള്ളൂ. അതിന് പകരം അവർ കാണിക്കുന്ന എല്ലാത്തിനും വളം വെച്ച് കൂടെ നിൽക്കാതെ കുറച്ചൊക്കെ മാറാൻ ശ്രമിച്ചാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ലൈഫിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ആൻഡ് അടുത്ത പാർട്ടിൽ ഐ വുഡ് ബി ഷെയറിംഗ് ഹൗ ടു റിക്കവർ ഓർ ഹീൽ ഫ്രം എ നാർസിസ്റ്റിക് അബ്യൂസ് എന്നുള്ളതാണ്. സോ സ്റ്റേ ട്യൂൺ and follow Parasel for more such contents, because your life is going to change. It's always going to be better.